ആ തീരുമാനപ്രകാരം അവരുടെ ഗ്രാമത്തിന്റെ അവരുടെ ആ പട്ടണത്തിന്റെ അടുത്തുള്ള ഒരു മലയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് ആ സ്ഥലത്തിന് നെജിലൂസ് എന്ന പേര്, നെജിലൂസ്, അവിടെയാണ് ഗുഹയുള്ളത്. അങ്ങനെ പോകുന്ന സമയത്ത് വഴിയിൽ അവരോട് ഒരു നായ പിന്തുടർന്നു. നായ അവരെ ആട്ടി നോക്കി. കാരണം നായ പോയ വഴി നോക്കിയിട്ട് ഇവരാരെങ്കിലും വന്നാലോ, അല്ലെങ്കിൽ നായയുടെ കുര കേട്ടിട്ട് ശത്രുക്കൾ വന്നാലോ ആട്ടി നോക്കി. പക്ഷെ അത് പോകുന്നില്ല. പലവട്ടം ആട്ടി. അവസാനം നായ പറഞ്ഞു, അന ഉഹിബു അഹ്ബാബല്ലാഹി അസ്സ വജൽ, ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ ആട്ടണ്ട, ഞാൻ നിങ്ങളോട് കൂടെ വരുന്നു. ചുരുക്കമല്ലേ പറയണ്ടു. നായ വീണ്ടും പറഞ്ഞു, നാമു വ അന അഹ്റുസുക്കും, നിങ്ങൾക്ക് ഉറങ്ങാം, ഞാൻ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കാവൽക്കാരനായിട്ട് കഴിഞ്ഞുകൂടാം. ഈ നായ ഈ 8 പേരോട് തുടർന്നു. അങ്ങനെ ഇവർ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. അതിലൊരല്പസമയം ഇരുന്നു. അവർ നിസ്കരിക്കുകയും അതുപോലെ തന്നെ തസ്ബീഹ് ചൊല്ലുകയും ഹംദ് ചൊല്ലുകയും നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തു. അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം തൽക്കാലം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ വകുപ്പിന് വേണ്ടിയിട്ട് ഈ 8 പേരിൽ നിന്ന് അവർ തെരഞ്ഞെടുത്തത് ആ കൂട്ടത്തിലെ തെംലീഹ എന്ന സുഹൃത്തിനെയായിരുന്നു. 8 പേരിൽ ഒരാളുടെ പേര് തെംലീഹയാണ്. അദ്ദേഹമാണ് ഇവരുടെ ഭക്ഷ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇവർ ഗുഹയിലാണെങ്കിൽ തന്നെ പട്ടണത്തിൽ പോയിട്ട് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്ന് അത് രഹസ്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരുന്നത് തെംലീഹയാണ്. ഇങ്ങനെ കുറച്ച് ദിവസം അവർ ആ ഗുഹയിൽ കഴിഞ്ഞുകൂടി. അതിനുശേഷമായിട്ട് നേരത്തെ പറഞ്ഞ അവധിയെത്തി ദഖിയാനൂസ് രാജാവ് തന്റെ യാത്രയിൽ നിന്ന് ഈ പട്ടണത്തിലേക്ക് തിരിച്ചെത്തി. അന്ന് തെംലീഹ പട്ടണത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വന്നിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് സുഹൃത്തുക്കളോട് പറഞ്ഞു, രാജാവ് അങ്ങോട്ട് പോയ ആളാണല്ലോ, തിരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്, പരിശോധന നടത്തുന്നുണ്ട്. ഇവര് വളരെയേറെ ഭയപ്പെട്ടു. അള്ളാഹുവിനെ അവർ ചൊല്ലിക്കൊണ്ടിരുന്ന ദിക്റ് കൂടുതലാക്കി. അള്ളാഹുവിലേക്ക് അവർ ദുആ ചെയ്തു. ഈ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തു. ഇത് ഒരു ഉറൂബിന്റെ സമയത്തായിരുന്നു, സൂര്യാസ്തമയ സമയത്തായിരുന്നു. തെംലീഹ അവരോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതാ ഭക്ഷണം ഇത് കഴിക്കൂ, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കൂ. തവക്കലു അലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മേലെല്ലാം ഏൽപ്പിക്കൂ. അങ്ങനെ അവർ ഇദ്ദേഹം കൊണ്ടുവന്ന ഭക്ഷ്യവസ്തു കഴിക്കുകയും അങ്ങനെ ഇരുന്നു കൊണ്ട് അവർ സംസാരിക്കുകയും ചെയ്തു. അങ്ങുമിങ്ങും ഉപദേശങ്ങൾ, നല്ല നല്ല ഉപദേശങ്ങൾ. ഒരാൾക്ക് തിരിയുന്ന നല്ല കാര്യം മറ്റുള്ളവരോടും, മറ്റവർക്ക് തിരിയുന്നത് ഇവർക്കും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരു നല്ല വേളയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ യുവാക്കൾക്ക് ഒരു പ്രത്യേകമായി ഉറക്ക് നൽകി. സൂര്യാസ്തമയ സമയമാണ്. അവരുടെ നായ ഉണ്ടല്ലോ, ആ നായ ആ ഗുഹയുടെ കവാടമുഖത്തിൽ കിടക്കുന്നു. അതിനും അള്ളാഹു ഇവർക്ക് നൽകിയതുപോലെയുള്ള ആ ഉറക്ക് നൽകി. അത് അതിശക്തമായ ഉറക്കിലാണ് അവരുള്ളത്. മേൽ പറയപ്പെട്ട രാജാവ് ദഖിയാനൂസ് രാജാവ് ഇവരെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അയാൾ അന്ന് പറഞ്ഞതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു. അയാൾ അങ്ങനെ പരിശോധന നടത്തി ഈ ഗുഹയിലെത്തി. അങ്ങനെ ഈ കാഴ്ച കണ്ടു. അയാളാകെ അത്ഭുതപ്പെട്ടു. അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ അപ്പോൾ ഇട്ടുകൊടുത്തൊരാശയം, ഈ ഗുഹയുടെ കവാടം അങ്ങ് അടക്കുക. ഇനി ഇവര് പുറത്തേക്ക് വരണമെന്ന് ഉദ്ദേശിച്ചാൽ അവർക്ക് കഴിയരുത്. അതിന് വേണ്ടിയിട്ട് കവാടത്തിന്റെ, ഈ ഗുഹയുടെ കവാടം അവര് അടച്ചു കളഞ്ഞു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ആദരിക്കാനാണ് തീരുമാനിച്ചത് ഇതുകൊണ്ട്. എന്ന് മാത്രമല്ല, മറ്റൊരുപാട് ആളുകളുടെ ഹിദായത്തിന് ഇവരെ കാരണമാക്കാനും അള്ളാഹു തീരുമാനിച്ചിരുന്നു. എന്ന് മാത്രമല്ല,
ഖിയാമത്ത് നാൾ എന്നൊരു നാളുണ്ടെന്ന് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്ന തെളിവാക്കി മാറ്റുകയും ചെയ്തു ഇവരെ. അള്ളാഹു തആലക്ക് മരണപ്പെട്ടവരെ മരണാനന്തരം ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നതിനും ഇവരെ തെളിവാക്കി. ചുരുക്കത്തിൽ രാജാവ് ഈ പറഞ്ഞതൊക്കെ ചെയ്തു. അള്ളാഹു ഇങ്ങനെയും തീരുമാനിച്ചു. രാജാവ് പറഞ്ഞു, അവരവരുടെ ഗുഹയിൽ തന്നെ കിടക്കട്ടെ, ഇനി അവരങ്ങനെ വിശന്ന് ദാഹിച്ച് അങ്ങനെ മരണമടയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഖബർ അത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് അയാളുടെ ആ നീച മനസ്സിൽ നിന്നുള്ള പ്രവർത്തനമൊക്കെ നടത്തി. അവര് വിചാരിക്കുന്നത് ഇവർ കുറച്ചു കഴിഞ്ഞാൽ ഉണർന്നു നോക്കിയാൽ ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ശരി, അള്ളാഹു അവർക്ക് നൽകിയ ഈ ഉറക്കിൽ അവരങ്ങനെ ലയിച്ചിരിക്കുന്നു. ഈ നടക്കുന്ന കാര്യങ്ങളോ ഇവരെ പറ്റിയുള്ള ഈ ചർച്ചകളോ ഇതൊന്നും തന്നെ അവരറിയുന്നില്ല. പിന്നീടുണ്ടായത് ദഖിയാനൂസ് രാജാവിന്റെ വീട്ടിലെ 2 സത്യവിശ്വാസികൾ ഉണ്ടായിരുന്നു. അവർ സത്യവിശ്വാസികളെങ്കിൽ തന്നെ അവർ സത്യവിശ്വാസം ആർക്കും തന്നെ അറിയില്ല, വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതാണ്. അതെങ്ങാനും പരസ്യമായാൽ പറയാനുമില്ല. അവർ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നവരാണ്. അവർ ഒരു കാര്യം ചെയ്തു, ഈ യുവാക്കളുടെ ചരിത്രങ്ങളൊക്കെ ശേഖരിച്ചു. എന്നിട്ട് അത് മുഴുവൻ അവര് എഴുതി രേഖപ്പെടുത്തി. ഏത് സമയത്താണ് അവർ യാത്ര ചെയ്തത് എന്നും അവരുടെ എണ്ണം എത്രയാണെന്നും അവരുടെ കുടുംബം ഏതാണ് എന്നും അവരുടെ പ്രസ്ഥാനം ഏതാണ് എന്നും എല്ലാം അവർ വിശദമായിട്ട് എഴുതി. ആ വിശദമായി എഴുതിയ കൂട്ടത്തിൽ ഏതൊരു ഭരണാധികാരിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ യാത്ര ചെയ്തത് എന്നതടക്കം എഴുതിയിരുന്നു. എന്നിട്ട് 2 പലകയിൽ എഴുതി. അത് ഈയത്തിന്റെ പലകയായിരുന്നു, പെട്ടെന്ന് നശിക്കാത്തത്. എന്നിട്ടോ അവർ 2 പേരും അതിനെ ഒരു നുഹാസ്, ഒരു ചെമ്പിന്റെ പെട്ടിയിലാക്കി. എന്നിട്ട് ആ പെട്ടിയെ അവരുടെ കൊട്ടാരത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, അള്ളാഹു ഒരുപക്ഷെ ഈ യുവാക്കളെ യൗമുൽ ഖിയാമക്ക് മുമ്പായിട്ട് സത്യവിശ്വാസികൾക്ക് വെളിവാക്കിയേക്കാം. അങ്ങനെ വെളിവാക്കുന്ന സമയത്ത് ഈ എഴുത്തിന്റെ ഈ രേഖയുടെ ആവശ്യം വരും. അത് കാണുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ തിരിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയപ്പെട്ട രേഖകൾ അവർ എഴുതിയുണ്ടാക്കിയത്. ചുരുക്കമല്ലേ പറയേണ്ടു, ദഖിയാനൂസ് രാജാവ് മരണമടഞ്ഞു. അയാളും അയാളുടെ ജനതയുടെയും കാലഘട്ടം കഴിഞ്ഞു. അവിടെ നിന്ന് പിന്നെയും കുറെ കാലം കഴിഞ്ഞു. രാജ്യവും ഭരണവും അവിടുത്തെ സ്വഭാവവും ഒക്കെ മാറി മറിഞ്ഞു. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഒരു നല്ല മനുഷ്യനാണ്, സ്വാലിഹായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പേര് ബൈത്രൂസ് എന്നായിരുന്നു. ബൈത്രൂസ്. അന്ന് ജനങ്ങളൊക്കെ പല ആശയക്കാരുണ്ട്, നല്ലവരും ചീത്ത ആൾക്കാരുമുണ്ട്. ഖിയാമത്ത് നാൾ കൊണ്ട് വിശ്വസിക്കുന്നവരും അതുകൊണ്ട് അവിശ്വസിക്കുന്നവരും എല്ലാം ഉണ്ട്. ഇദ്ദേഹം അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു. ഒരു വിഭാഗം പറയുന്നു, ലാ ഹയാത്ത ഇല്ല ഹയാത്തു ദുനിയ, ഈ ഇഹലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതവുമില്ല എന്ന്. പിന്നെ പരലോകത്തിൽ ജീവിപ്പിക്കപ്പെടുമെങ്കിൽ തന്നെ ജീവിപ്പിക്കപ്പെടുന്നത് ശരീരത്തെയല്ല ആത്മാവിനെ മാത്രമാണ് എന്ന് വേറൊരു കൂട്ടർ. ഇങ്ങനെ തർക്കങ്ങളും കോലാഹലങ്ങളും ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് ഈ രാജാവ് പടച്ചവനോട് ദ്വാരുന്നു, പടച്ചവനെ, ഈ വിഭാഗത്തിന്റെ അഭിപ്രായവും വ്യത്യാസവും ഒക്കെ നീ അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ശരിയായ തീരുമാനം ഞങ്ങൾക്ക് തിരിയുന്ന രൂപത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെളിവ് ഞങ്ങൾക്ക് നീ നൽകണം. ആ തെളിവ് കണ്ടുകൊണ്ട്, ആ തെളിവ് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. രാജാവ് നല്ല രാജാവാണ്. അദ്ദേഹം ദുആ ചെയ്തു. അതിന്റെ അനന്തരമായിട്ട് അള്ളാഹു ഈ യുവാക്കളുടെ ഗുഹയെയും ആ യുവാക്കളെയും ഇദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അതിൽ പലതും തിരിയും. ഖിയാമത്ത് നാള് എന്നൊരു നാള് വരാനുണ്ട് എന്ന് തിരിയും. അള്ളാഹു തആലയുടെ കഴിവ്, ഖബറിൽ അള്ളാഹു തആല ഖബറടക്കിയവരെ പിന്നീട് ജീവിപ്പിക്കുന്നത്, ഇതൊക്കെ അതിൽ നിന്ന് തിരിയുമല്ലോ. ചുരുക്കം ഇതാ, ആ പ്രദേശത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു ഒരാശയം വിട്ടുകൊടുത്തു. അത് ഈ
ഗുഹാമുഖത്ത് കാണുന്ന ഈ കെട്ടിടം, ആ മതില് കണ്ട് പൊളിക്കാനും ആ കല്ലുകൊണ്ട് തനിക്ക് ഒരു ആടും കൂട് ഉണ്ടാക്കണം എന്ന് താൻ തീരുമാനിച്ചു. ഹളീറത്തുൽ ഗനമിഹി, തന്റെ ആടിന് ഒരു കൂടുണ്ടാക്കണം എന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാള് ആ മതില് കല്ലൊക്കെ പൊളിച്ചു, എന്നിട്ട് ഒരു ആട്ടുംകൂടുണ്ടാക്കി. ഈ മതില് പോയി നോക്കുമ്പോൾ അവിടെ ഗുഹ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു ഗുഹ അവിടെ ഉണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ടല്ല ഇയാൾ ഇത് ചെയ്തത്. അപ്പൊ ആ ഗുഹയുടെ വാതിൽ ഭാഗം ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേരം അള്ളാഹു ആ യുവാക്കൾക്ക് ഉണർവ് നൽകി. 8 പേരും ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. അവര് എഴുന്നേറ്റിരുന്നു. വളരെ സന്തുഷ്ടരാണ് അവർ. അവരുടെ മുഖത്തിന് നല്ല തിളക്കമുണ്ട്, ശരീരത്തിന് നല്ല ആഫിയത്തുമുണ്ട്. അള്ളാഹു അവരുടെ ശരീരത്തെയും അവരുടെ പഴയ അഴകിനെയും ആ ആകൃതിയെയും രൂപത്തെയും ഒക്കെ യാതൊരുവിധ കോട്ടവുമില്ലാതെ സംരക്ഷിച്ചിരിക്കുന്നു. ഒരു വ്യത്യാസവും അവർക്ക് വന്നിട്ടില്ല. അവരുടെ ഇപ്പോഴുള്ള രൂപം അവരന്ന് ഉറങ്ങിക്കിടക്കുമ്പോഴുണ്ടായിരുന്ന അതേ രൂപമായിരുന്നു. അവരുടെ ആകൃതിയും ഉറക്കിന്റെ മുമ്പുള്ള അതേ ആകൃതിയായിരുന്നു. 300 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം. അങ്ങനെ അവർ ഭക്ഷണം കൊണ്ടുവരേണ്ട ആള് തെംലീഹയാണല്ലോ, തെംലീഹയോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ പട്ടണത്തിലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി. ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ആ നാടിന് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പണ്ടത്തെ വഴിയല്ല ഇപ്പോഴത്തെ വഴി. അന്നത്തെ കടകളല്ല ഇപ്പോഴുള്ള കടകൾ. അന്നത്തെ ആൾക്കാരെ ആരും കാണാനില്ല. എല്ലാവരുടെയും വസ്ത്രധാരണം അടക്കം എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സംസാര ശൈലിയും മാറിയിരിക്കുന്നു, ഒക്കെ മാറിയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആ പട്ടണത്തിലെത്തി. എന്നിട്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ കയറി. ഈ നാണയം കൊടുത്തു നോക്കുമ്പോൾ ഇത് ഏതോ കാലത്തുള്ള നാണയമാണല്ലോ. നാണയം നല്ല മൂല്യമുള്ളതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാണയത്തിന്റെ പിന്നിൽ വലിയ ചരിത്രമുണ്ടല്ലോ. ആ ആൾക്കാരവിടെ കൂടി സംസാരിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെ പിടിച്ച് അന്നത്തെ രാജാവിന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുപോയി. രാജാവ് ഒരു സത്യവിശ്വാസിയായ നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഒരു ദുആ ചെയ്തത് നിങ്ങൾ ആരും മറക്കരുത്. അങ്ങനെ ഇപ്പോൾ തെംലീഹയുള്ളത് ഈ രാജാവിന്റെ കൊട്ടാരത്തിലാവുന്നു. അവിടെ ഉള്ളവര് പറഞ്ഞു, വിവരങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ചില കാര്യബോധമുള്ളവർ പറഞ്ഞു, നാം അള്ളാഹുവോട് ചില കാര്യങ്ങൾക്കൊക്കെ തേടിയിട്ടുണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. അതിനുള്ള തെളിവായിട്ടായിരിക്കും അള്ളാഹു ഇദ്ദേഹത്തെ നമുക്കൂടെ വെളിവാക്കിയത്. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തോടു കൂടെ ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് പോകാം. ചുരുക്കം ഇവരിലെ പ്രമുഖരായ അറിയൂസ്, അസ്തുയൂസ് എന്നീ പ്രമുഖരായ ആൾക്കാരെ രാജാവ് അയച്ചു. അവരോടുകൂടെ ആ പട്ടണ നിവാസികളും ഉണ്ടായിരുന്നു, ചെറിയവരും വലിയവരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഗുഹയുടെ ഭാഗത്തേക്ക് പോയി. തെംലീഹക്ക് ഇപ്പോൾ ഭയമില്ല, കാരണം കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് അനുകൂല സാഹചര്യമാണല്ലോ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവരൊക്കെ വരുന്നത് ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ്, ഒട്ടും പേടിക്കേണ്ടതില്ല. ആദ്യം പ്രവേശിച്ചത് ആ ഗുഹയിലേക്ക് അറിയൂസ്, അസ്തിയൂസ് എന്നീ 2 പ്രമുഖരായ ആൾക്കാരെ രാജാവ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അവരാണ് ആദ്യം പ്രവേശിച്ചത്. അവർ പ്രവേശിച്ച ഉടനെ തന്നെ അതിന്റെ ഉള്ളിൽ ഒരു പെട്ടി കണ്ടു. നേരത്തെ 2 പേര് കൂടി എഴുതിയുണ്ടാക്കിയ ആ പെട്ടി ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. എങ്ങനെ അങ്ങോട്ട് എത്തി അത് ഇതിൽ പറയണില്ല. ആ പെട്ടി അവര് കണ്ടു. അത് എടുത്തു നോക്കിയപ്പോൾ അതിൽ 2 പലകകളുണ്ട്, ഈയത്തിന്റെ പലകകൾ. അതിൽ ഇവരെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഇവരാകെ അത്ഭുതപ്പെട്ടു, അള്ളാഹുവിനെ സ്തുതിച്ചു. ഈ കിടക്കുന്ന 8 പേർക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇതിലുള്ളത്. അവർക്ക് അന്ന് ഉറക്കം വന്നു, ഉറങ്ങി, പിന്നെ ഉണർന്നു എന്നതല്ലാതെ മറ്റൊന്നും അറിയില്ലല്ലോ. ഇവരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ 300 കൊല്ലത്തിലധികമായിരുന്നു അവർ ഉറങ്ങിക്കിടന്നത് എന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അല്ലോ, രാജാവിന്റെ ആ വിഷമസന്ധിയൊക്കെ നീങ്ങി. താൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പോൾ നടന്നു. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഇപ്പോൾ തിരിയാത്ത ആരുമില്ല. 300 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇവര് ഇപ്പോൾ ഉണർന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് കഴിയുമെങ്കിൽ മരണാനന്തരം ജീവിക്കാൻ എന്താ പ്രയാസം, ജീവിപ്പിക്കാൻ എന്താ പ്രയാസം?
എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടു. അങ്ങനെ രാജാവും അങ്ങോട്ട് വന്നു. എന്നിട്ട് ഈ യുവാക്കളുമായി കണ്ടുമുട്ടി അവരെ ആലിംഗനം ചെയ്തു. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഹംദ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർ പറഞ്ഞു, നസ്തൗദിഉല്ലാഹ നസ്തൗദിഉകല്ലാഹ്, ഞങ്ങൾ നിന്നോട് യാത്ര പറയുന്നു. വസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹ് ഹഫിളകല്ലാഹ് വഹഫള മുൽകക വനുഈദുക ബില്ലാഹി മിൻ ശർരിൽ ഇൻസി വൽ ജിൻ എന്നൊക്കെ ഇവര് രാജാവിനെ ആശീർവദിച്ചുകൊണ്ട് ദുആ ചെയ്തു. അതിനിടയിൽ അവരത് അവരുടെ ഉറക്കിലേക്ക് തന്നെ മടങ്ങി. ഇപ്പോൾ അവർ 8 പേരും ഉറങ്ങുന്നു. നായ അപ്പുറത്ത് കിടന്നിട്ടും ഉറങ്ങുന്നു. അവിടെ മുതൽ അവരാ ഗുഹയിലാണുള്ളത്. ഇനി അവരെ അള്ളാഹു നാളെ മഹ്ശറ ലോകത്തേക്ക് കൊണ്ടുവരും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഈ രാജാവിനും സംഘത്തിനും തിരിഞ്ഞു. ഒന്ന്, അള്ളാഹുവിന്റെ കുദറത്ത് ബോധ്യപ്പെട്ടു. ഒരു അള്ളാഹു ഉണ്ടെന്ന് തിരിയാത്തവരില്ല. മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ പല കാര്യങ്ങളും ബോധ്യപ്പെട്ടു. അള്ളാഹു ആദരിച്ചവരെ ആദരിച്ച നായ അടക്കം രക്ഷപ്പെട്ടു. അതിന് നാളെ സ്വർഗലോകത്തിലാണ് പ്രവേശനമുള്ളത്. ഇതൊക്കെ തിരിഞ്ഞു. ചുരുക്കത്തിൽ ആ രാജാവ് ചെയ്തത്, അതിന്റെ അടുത്ത് നല്ലൊരു പള്ളി നിർമ്മിച്ചു. ആ പള്ളി മസ്ജിദുൽ കഹ്ഫിന്റെ പേരിൽ ബാബുൽ കഹ്ഫിലാണ് ഉണ്ടാക്കിയത്. അസ്ഹാബുൽ കഹ്ഫിന്റെ പേരിൽ അത് അറിയപ്പെടുന്നു. ആ ഗുഹയുടെ വാതിലടച്ചു. ഇപ്പോൾ ആരും അവരെ കാണുകയില്ല. അവർക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക ദിവസങ്ങളും നിശ്ചയിച്ചു. അമറ ആ യൂത്ത കുല്ലസനത്തിൽ, എല്ലാ വർഷവും ഒരിക്കൽ അവിടെ വരണം. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അവരുടെ പുണ്യം ഇങ്ങോട്ട് ഹാസിലാക്കണം എന്ന് അന്നത്തെ രാജാവ് തീരുമാനമെടുത്തു. ഇതാണ് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചുള്ള ചുരുക്കകാര്യങ്ങൾ. അർഹമുർ-റാഹിമായ അള്ളാഹു അവന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ജീവിച്ച ആ മഹാന്മാരുടെ ബഹുമതി കൊണ്ട് സാധുക്കളായ നമ്മെ ഇഹത്തിലും പരത്തിലും വിജയിപ്പിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.